നമസ്കാരം. ബാദ്രയിലെ വസതിയിൽ കഴിഞ്ഞ രാത്രി അക്രമിയുടെ കത്തിക്കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നതിനിടെ സംഭവത്തിന്റെ വിവിധ വശങ്ങളെ കോർത്തിണക്കുകയാണ് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള പ്രതിയുടെ ആദ്യ ഫോട്ടോ പോലീസ് പുറത്തുവിട്ടു. കെട്ടിടത്തിലെ സ്റ്റെയർ കേസിൽ നിൽക്കുന്ന പ്രതിയുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. 54-കാരനായ ബോളിവുഡ് നടനും ഭാര്യ കരീന കപൂറും ആൺമക്കളും ബാദ്ര വെസ്റ്റിലെ 12 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഇവിടെയാണ് ബോളിവുഡിലെ പല താരങ്ങളും പാർക്കുന്നത്. സെയ്ഫിന്റെ കുടുംബം 4 നിലകളിലായിട്ടാണ് താമസിക്കുന്നത്. മോഷണത്തിന് വേണ്ടിയാണ് അക്രമി വീടിനകത്ത് കടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നടൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മതിൽ ചാടിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കോമ്പൗണ്ടിൽ കടന്നയുടൻ ഇയാൾ വീടിന്റെ പിന്നിലെ എമർജൻസി സ്റ്റെയർ വഴി സെയ്ഫ് താമസിക്കുന്ന ഫ്ലോറിലെത്തി. അപ്പാർട്ട്മെന്റിലേക്ക് ഇയാൾ കടന്നത് ഫയർ എസ്കേപ്പ് വഴിയാണ്. മോഷണത്തിന് വേണ്ടിയാണ് അക്രമി വീടിനകത്ത് കടന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. NDTV റിപ്പോർട്ട് പ്രകാരം സെയ്ഫ് അലി ഖാന്റെ വീട്ടുജോലിക്കാരി ഏലിയമ്മ ഫിലിപ്സ് ആണ് പുലർച്ചെ 2 മണിയോടെ അതിക്രമിച്ച് കടന്നയാളെ കണ്ടെത്തിയത്. ഇവരുടെ നിലവിളി കേട്ടാണ് സെയ്ഫ് ഉണർന്നത്. ഇതിന് പിന്നാലെ സെയ്ഫും മോഷ്ടാവും തമ്മിൽ മൽപിടുത്തമായി. രക്ഷപ്പെടും മുമ്പ് ഇയാൾ 6 തവണ സെയ്ഫിനെ കുത്തി. കെട്ടിടത്തിന്റെ പിൻവശം വഴി മോഷ്ടാവ് കടക്കുന്നതിന്റെയും പുറത്തു പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊപ്പം വീട്ടുജോലിക്കാരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കനത്ത സുരക്ഷയുള്ള കെട്ടിടത്തിലെ സുരക്ഷാ ഗാർഡുകളുടെ വീഴ്ചയും അന്വേഷിക്കുന്നുണ്ട്. ആരും കാണാതെ പിന്നാമ്പുറത്ത് കൂടി എങ്ങനെ സെയ്ഫിന്റെ അപ്പാർട്ട്മെന്റ് വരെ മോഷ്ടാവിന് എത്താൻ കഴിഞ്ഞു എന്നതാണ് ചോദ്യം. മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞ പോലീസ് കണ്ടുപിടിക്കാനായി 10 സംഘങ്ങളെ നിയോഗിച്ചു. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം വീട്ടുജോലിക്കാരുടെ സഹായം മോഷ്ടാവിന് കിട്ടിയതായി മുംബൈ പോലീസ് സംശയിക്കുന്നു. വീടിനകത്തേക്ക് കടക്കാൻ ഇയാളെ സഹായിച്ചത് ജോലിക്കാരിയാണെന്നും പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. മോഷ്ടാവിനെ ഒരു മുറിക്കകത്താക്കി പൂട്ടിയെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടുവെന്നും പറയുന്നു. വീട്ടുജോലിക്കാരെ കാണാനെത്തിയ അക്രമിക്ക് അവരാണ് വാതിൽ തുറന്നു കൊടുത്തത്. പിന്നാലെ ഇരുവരും തമ്മിൽ വീട്ടിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ ജോലിക്കാരെ അക്രമി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലേക്കാണ് സെയ്ഫ് അലി ഖാൻ എത്തിയത്. വീടിനുള്ളിൽ അപരിചിതനെ കണ്ട സെയ്ഫ് ഇയാളെ ചോദ്യം ചെയ്യുകയും ഇത് സംഘർഷത്തിലെത്തുകയും നടനെ കുത്തേൽക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നു. സെയ്ഫ് ആക്രമിക്കപ്പെടുന്നതിന് 2 മണിക്കൂർ മുൻപാണ് അക്രമി വീട്ടിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം. സംഭവത്തിന് തൊട്ട് മുൻപുള്ള CCTV ദൃശ്യങ്ങളിലൊന്നും ഇയാളില്ല. വീട്ടിലേക്ക് ആരും കയറുന്നത് കണ്ടിട്ടില്ലെന്നാണ് അപ്പാർട്ട്മെന്റിന്റെ സുരക്ഷാ ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. സെയ്ഫ് അലി ഖാന്റെ ഫ്ളാറ്റിലേക്ക് രഹസ്യ വഴിയുണ്ടെന്നും ഇതെത്തുന്നത് നടന്റെ മുറിയിലേക്കാണെന്നും അതുവഴിയാകാം അക്രമി അകത്തേക്ക് പ്രവേശിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം. നടന്റെ ഫ്ളാറ്റ് ഉൾപ്പെടുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ ജോലിക്കെത്തിയവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം നടന്നത്. വീട്ടുജോലിക്കാരുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ച സഹായിയെ അഡ്മിറ്റ് ആക്കിയെങ്കിലും പരിക്കുകൾ ഗുരുതരമല്ലാത്തതിനാൽ വിട്ടയച്ചു. സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും അസ്വാഭാവികമായതൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസും വ്യക്തമാക്കുന്നു. ആക്രമണം നടക്കുന്നതിന് മുമ്പ് സെയ്ഫും കരീനയും സുഹൃത്തുക്കളോടൊപ്പം ഡിന്നറിൽ പങ്കെടുത്തിരുന്നു. 2012-ൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫ് അലി ഖാനും മുംബൈ ബാദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം. മക്കളായ തൈമൂർ, ജഹ് എന്നിവരും കൂടെയുണ്ട്.